ജയശങ്കർ, അപ്പോൾ കട്ടിളപ്പാളി കേസിൽ 90 ദിവസം പൂർത്തിയാക്കുന്നത് ഫെബ്രുവരി പകുതിയോടുകൂടിയല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ ജയിലിൽ തുടരും. ഒരു കേസിൽ മാത്രമാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. 2 കേസുകളുണ്ട്, കട്ടിളപ്പാളി കേസ്, അതോടൊപ്പം തന്നെ ദ്വാരപാലക കേസ്. ഇപ്പോൾ ദ്വാരപാലക ശില്പ കേസിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. 90 ദിവസം പൂർത്തിയായി, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതിനാൽ ലഭിച്ച ജാമ്യം. പക്ഷേ ഒരു കേസ് കൂടി ഉള്ളതിനാൽ ജയിലിൽ തന്നെ തുടരും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ്. പലതവണ കോടതിയെ ജാമ്യത്തിനായി പോറ്റി സമീപിച്ചെങ്കിലും കോടതി ജാമ്യം നൽകിയിരുന്നില്ല. പക്ഷേ ഇത് സാങ്കേതികമായി കോടതിക്ക് ജാമ്യം നിഷേധിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു. SITയെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഹരിമോഹൻ, ഇപ്പോൾ വളരെ നിർണായകമാണ് SITയെ സംബന്ധിച്ച്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. കേസിലെ 1-ാം പ്രതിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. 2-ാം കേസിലെ 90 ദിവസം പൂർത്തിയാക്കാനും ഇനി അധിക ദിവസമില്ല. ഹരിമോഹൻ, പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് SITക്ക് അതൊരു തിരിച്ചടിയായി മാറുന്നു എന്നുള്ളതാണ്. അതായത് 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഗൗരവ സ്വഭാവത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ടത്. പ്രത്യേകിച്ച് ആദ്യത്തെ കേസിൽ ദ്വാരപാലക പാളികളിലെ സ്വർണം കവർന്ന കേസിലാണ് ഈ പറയുന്നത് പോലെ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ജയിലിൽ തുടരേണ്ടി വരുമെന്നുള്ളതാണ് വസ്തുത. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം, ഫെബ്രുവരി 3 സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ ഫെബ്രുവരി 3-ാം തീയതിയാണ് കട്ടിളപ്പാളി കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് 90 ദിവസം പിന്നിടുന്നത്. അങ്ങനെ 2-ാമത്തെ കേസിൽ ഈ 90 ദിവസം പിന്നിടുമ്പോൾ അതിൽ കൂടി കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ജാമ്യം കിട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ഗുരുതര സ്വഭാവത്തിൽ കാണേണ്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പോലെ വളരെ സെൻസിറ്റീവായ, ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു ഹൈ പ്രൊഫൈൽ കേസിൽ പ്രതി ഏതെങ്കിലും നിലയ്ക്ക്, അതായത് മുഖ്യപ്രതി എന്ന നിലയിൽ കാണുന്ന 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ചെറിയ രീതിയിലൊന്നും ആയിരിക്കില്ല ഒരു പ്രശ്നം സൃഷ്ടിക്കുക. അത് SITക്ക് കനത്ത തിരിച്ചടി തന്നെയാകും. അതൊരു പക്ഷേ ഹൈക്കോടതിയിൽ അടക്കം വിമർശനം കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കും എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ അടിയന്തര സ്വഭാവത്തോടു കൂടി SIT പൂർത്തീകരിക്കേണ്ടത്. ഫെബ്രുവരി 3 തന്നെ പ്രാഥമിക കുറ്റപത്രമെങ്കിലും സമർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ 2-ാമത്തെ കേസിൽ, അതായത് കട്ടിളപ്പാളി കേസിൽ ജാമ്യം നിഷേധിക്കാൻ കോടതിക്ക് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം ആ കേസിലും നൽകേണ്ടി വരും. അതൊരു നിയമപരമായി ഏതൊരു പ്രതിക്കും കിട്ടുന്ന അവകാശമാണ്. അത് കോടതി നിഷേധിക്കുകയുമില്ല. പ്രത്യേകിച്ച് ആദ്യത്തെ കേസിൽ കൊല്ലം വിജിലൻസ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പോലെ കുറ്റപത്രം ലഭിക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ജാമ്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെ കോടതി കൃത്യമായി പറയുകയാണ്. അത് എന്ത് തരത്തിലുള്ള ഉപാധികൾ വെച്ചാണെങ്കിലും അങ്ങനെ ഒരു ജാമ്യം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ 2-ാമത്തെ കേസിൽ 90 ദിവസം തികയുന്നതിന് മുമ്പ് ഒരു പ്രാഥമികമായ കുറ്റപത്രം, അതായത് ഇതുവരെ ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ പരിശോധനാ ഫലമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രാഥമിക കുറ്റപത്രം SITക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള നീക്കം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ ഭാഗമായിട്ട് ആണ് ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അപേക്ഷ സംസ്ഥാന സർക്കാരിലേക്ക്, ആഭ്യന്തര വകുപ്പിലേക്ക് നൽകിയിട്ടുള്ളത്. അത് ഒരുപക്ഷെ ഇന്നോ നാളെയോ അതിന്റെ ഉത്തരവാകും. അങ്ങനെ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആകും NK ഉണ്ണികൃഷ്ണനാണ് അതുമായി ബന്ധപ്പെട്ട് വരിക. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നിയമോപദേശങ്ങളൊക്കെ തന്നെ തേടി ഒരാഴ്ചക്കുള്ളിൽ തന്നെ അടിയന്തര സ്വഭാവത്തോടു കൂടി പരിഗണിച്ചുകൊണ്ട് ഈ പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് SIT കടക്കുന്നത്. കാരണം ഇനി അധികം ദിവസമില്ല, ഫെബ്രുവരി 3 എത്താറായിരിക്കുന്നു. കട്ടിളപ്പാളി കേസിൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യാപേക്ഷ നൽകിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒരു ജാമ്യാപേക്ഷ കൂടി നൽകാൻ സാധ്യതയുണ്ട്. ഈ 90 ദിവസമായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫെബ്രുവരി ആദ്യ ആഴ്ച, അതായത് 3-ാം തീയതിക്ക് മുമ്പ് 1-ാം തീയതിയോ 2-ാം തീയതി ആയിക്കൊണ്ട് ഒരു ജാമ്യാപേക്ഷ കൂടി നൽകിക്കൊണ്ട് അതിൽ കൂടി സ്വാഭാവിക ജാമ്യം നേടാനുള്ള ശ്രമമാണ് ഈ പ്രതിഭാഗം അഭിഭാഷകരൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് SIT നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ VSSCയുടെ റിപ്പോർട്ട് ഇതേവരെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ആദ്യ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള 90 ദിവസം പിന്നിടുന്നതിന് മുമ്പ് ഈ VSSCയുടെ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടായില്ല. അതായത് 17-ാം തീയതിയാണ് ഈ പറയുന്ന 90 ദിവസമായത്. 17-ാം തീയതി റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ള തൊട്ടടുത്ത ദിവസമാണ് ലഭിച്ചത്. അതിന്റെ ഒരു സാങ്കേതിക പ്രശ്നമാണ് പറയുന്നെങ്കിൽ പോലും SITക്ക് കനത്ത തിരിച്ചടി ദിവസങ്ങൾ നിർണായകമാണ് SITയെ സംബന്ധിച്ച്. ഒരു കേസിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു.